വെൽക്കം ബാക്ക് ടു MT ടെക്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുന്നത്തെ വീഡിയോയിൽ ചെയ്ത ഓഫീസ് ഫയൽ ക്രിയേഷന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാം. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഫയലിൽ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് വെച്ചാൽ കത്ത് തയ്യാറാക്കുക, എങ്ങനെയാണ് അതിന് നോട്ട് എഴുതുക എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസൊക്കെ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് ഡ്രാഫ്റ്റ് പ്രിപ്പറേഷനും അതിന്റെ ബാക്കി കാര്യങ്ങളും ചെയ്യണമെങ്കിൽ ആദ്യം ആ ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് വേണം ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മൾ മുന്നേ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ, അതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ഫയൽ എവിടെ ഉണ്ടാവുക? ഫയലിന്റെ ക്രിയേറ്റഡിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വേറെ ആക്ഷൻസ് ഒന്നും ചെയ്യാത്ത ഫയൽ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഫയൽ ഏതാന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു നോട്ട് എൻ്റർ ചെയ്യേണ്ട ഫീൽഡും റൈറ്റ് സൈഡിൽ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ റെസീപ്റ്റോ ബാക്കി എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും റൈറ്റ് സൈഡിൽ കാണാൻ വേണ്ടി പറ്റുക. ഇപ്പോ ഇതിൽ രണ്ട് മെത്തേഡിൽ കൂടെയാണ് ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാം, അതിനുശേഷം നോട്ട് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നോട്ട് ടൈപ്പ് ചെയ്തതിനു ശേഷം ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അത് ഏതാണോ നമ്മുടെ സൗകര്യം അതനുസരിച്ച് ചെയ്താലും മതി. പക്ഷെ രണ്ട് കാര്യങ്ങളും ചെയ്താൽ മാത്രമാണ് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലോട്ട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോ ഇവിടെ കണ്ടോ, നമുക്ക് ആദ്യം ഇപ്പോ നോട്ട് ടൈപ്പ് ചെയ്യാം, അതിനുശേഷം ബാക്കി പ്രൊസീഡ് ചെയ്യാം. ഇവിടെ രണ്ട് ടൈപ്പ് നോട്ടാണ് ഉള്ളത്, ഗ്രീൻ നോട്ടെന്നും യെല്ലോ നോട്ടെന്നും. ഗ്രീൻ നോട്ടാണ് കോമൺലി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് നോട്ടിംഗ് ഫോർമാറ്റ്. യെല്ലോ നോട്ട് എന്ന് പറയുന്നത് എഡിറ്റബിൾ നോട്ടാണ്. നമ്മളൊരു ടെമ്പററി കമ്മ്യൂണിക്കേഷനൊക്കെ വേണ്ടിയിട്ട് നോട്ട് എഴുതുന്ന സമയത്ത് യെല്ലോ നോട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ അത് വളരെ റെയർ ആയിട്ടാണ്. ഗ്രീൻ നോട്ടാണ് നോർമലി ചെയ്യുന്ന മെത്തേഡ്. ഈ നോട്ട് എഴുതുന്നതെന്ന് പറയുന്നത് സാധാരണ മാനുവലി ഫയലൊക്കെ ചെയ്യുന്നവരാണല്ലോ എല്ലാവരും. അപ്പോ എങ്ങനെയാണോ നമ്മൾ എഴുതുന്നത് അത് നമ്മൾ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യുന്നു. ആ ഒരു ചേഞ്ചസ് ആണ് ഇതിലുള്ളത്. എന്താണോ നോർമലി എഴുതുന്നത് അത് തന്നെയാണ് ഇവിടെയും ടൈപ്പ് ചെയ്യാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഈ ഗ്രീൻ നോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു വിൻഡോ പോലെ കിട്ടും. ഇത് നമ്മുടെ ഈ ഓപ്പൺ ഓഫീസ് റൈറ്ററും വേർഡിന്റെ ഒക്കെ പോലെ ഒരു മിനിയേച്ചർ വേർഷൻ പോലെയാണ് ഉള്ളത്. കാരണം അത് കുറച്ച് ഫീൽഡൊക്കെ അതിലുള്ളതാണ്, പക്ഷെ എല്ലാം ഒന്നുമില്ല, വളരെ കുറച്ച്. ഇതില് നമുക്ക് എവിടെയെങ്കിലും ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്യാം, മലയാളത്തിലും ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ഡീഫോൾട്ട് ആയിട്ടുള്ളത് മലയാളത്തിലെ മീര ഫോണ്ട് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സൈസും ബോൾഡും അങ്ങനെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, കുറെ ടൂൾ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിലിപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. എന്താണ് നോർമലി കൊടുക്കുക അതിപ്പോൾ ടൈപ്പ് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഒരു കളർ ചേഞ്ച് വരുന്നത്. ഈ ഗ്രീൻ നോട്ടിന്റെ പ്രത്യേകത ഇത് ഓട്ടോ സേവ് ആണ്. ഓട്ടോ സേവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഒരു കളർ ചേഞ്ച് ആയിട്ട് ഇതൊരു പിങ്ക് കളറിലോട്ട് പോകും. അതിന്റെ കുറച്ചടുത്ത സെക്കൻഡ്സിൽ തന്നെ ഇത് കളർ മാറിയിട്ട് ഗ്രീനിലോട്ട് വരും. എന്ന് വെച്ചാല് നമുക്കിത് സേവ് ചെയ്യണ്ട, ഓട്ടോ സേവ് ആണ്. നെക്സ്റ്റ് ഇതിന്റെ താഴെ ഉണ്ടോ ഒരു അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് ഉണ്ട്. ഈ നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് കുറെ ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. PDF, ഡോക്യുമെന്റ്, ഡോക്ക്, XLS അങ്ങനെ കുറെ ഫോർമാറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും നമുക്ക് അറ്റാച്ച് ചെയ്യാനുണ്ടെങ്കിൽ സിസ്റ്റത്തിൽ അത് സേവ് ചെയ്ത് വെക്കാം. ഈ പറയുന്ന ഫോർമാറ്റിൽ കുറച്ച് കൂടുതൽ ഫോർമാറ്റ് ഉണ്ട് ഇതിന്റെ അകത്ത്. അങ്ങനെ സേവ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് അറ്റാച്ച്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ് സെലക്ട് ചെയ്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, നോട്ടുമായിട്ട് റിലേറ്റ് ചെയ്തത്. ഇനി മെയിൻ ആയിട്ടുള്ള ഡ്രാഫ്റ്റ് പ്രിപ്പറേഷൻ നോക്കാം. ഇപ്പൊ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കണ്ടോ മുകളിലുള്ള മെനുവില് ഡ്രാഫ്റ്റ് എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ അകത്ത് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ്, വ്യൂ ഡ്രാഫ്റ്റും ഉണ്ട്, ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റും ഉണ്ട്. നമ്മളൊരു ഡ്രാഫ്റ്റ് ഒന്നും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്തേ ചെയ്തേ പറ്റുള്ളൂ, ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് എടുത്തിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ക്രിയേറ്റ് ന്യൂ ഡ്രാഫ്റ്റ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതും സെയിം ഇത് തന്നെ. രണ്ട് സെക്ഷൻ ആയിട്ട് ലെഫ്റ്റ് സൈഡിലും ഒരു ഫീൽഡ് ഉണ്ട്, റൈറ്റ് സൈഡിലും കുറച്ച് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഒരു സെക്ഷൻ ഉണ്ട്.
അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചെയ്തിട്ട് റൈറ്റ് സൈഡ് ചെയ്യാം, റൈറ്റ് സൈഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. പക്ഷെ സേവ് ചെയ്യുമ്പോൾ ഇത് രണ്ട് ഫീൽഡും രണ്ട് സെക്ഷൻസും കംപ്ലീറ്റഡ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ ഇവിടെ റൈറ്റ് സൈഡ് ഫില്ല് ചെയ്യാൻ വരുവാണ്. ഇപ്പൊ ഇതിന്റെ അകത്ത് ഡ്രാഫ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്യാനുള്ളത്. ഇവിടെ ഡ്രാഫ്റ്റിന്റെ നേച്ചർ ഇത് സ്റ്റാർ മാർക്ക് ആണ്, വിച്ച് മീൻസ് അത് മാൻഡേറ്ററി ആണ്. അപ്പോ ഇതിന്റെ അകത്ത് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്, ന്യൂ ഓർ ഫ്രഷ് അല്ലെങ്കിൽ റിപ്ലൈ. ഇപ്പൊ നമ്മളൊരു ഫ്രഷ് ഡ്രാഫ്റ്റ് ഒന്നിനും കൊടുക്കേണ്ട റിപ്ലൈ അല്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ന്യൂ ഓർ ഫ്രഷ് ആണ് സെലക്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അല്ല ആരെങ്കിലും തന്നൊരു അപേക്ഷകന്റെ പേരിലുള്ള ഒരു റിപ്ലൈ കത്താണ് നമ്മൾ തയ്യാറാക്കുന്നതെങ്കിൽ നമ്മൾ റിപ്ലൈ കൊടുക്കാം. ഇപ്പോ ഫ്രഷ് ആണെങ്കിൽ അങ്ങനെ ഞാനിപ്പോ ഫ്രഷ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇതില് ഏതാണോ അതിന്റെ റെസീപ്റ്റ് ടൈപ്പ് അത് ചൂസ് ചെയ്യാനുണ്ടാവും, ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ചൂസ് ചെയ്യുന്ന ടൈമിൽ അത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇതുവരെ ചെയ്തിട്ടുള്ള ആക്ഷൻസ് കാണാൻ വേണ്ടി പറ്റും. അതില് റെസീപ്റ്റ് നമുക്ക് വ്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ കണ്ടോ ഒരു PDF-ന്റെ ഒരു ഐക്കൺ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്താലും അത് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഡീറ്റെയിൽസ് വേണമെങ്കിൽ വ്യൂ ചെയ്യാം. ഇപ്പൊ നമ്മൾ ന്യൂ ഓർ ഫ്രഷ് കൊടുത്തോണ്ട് റിപ്ലൈ ടൈപ്പ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ റിപ്ലൈ ആണ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ റിപ്ലൈ ടൈപ്പ് ഉണ്ടാവും. ഇനി ഫോം ഓഫ് കമ്മ്യൂണിക്കേഷന്റെ അവിടെ എന്ത് ടൈപ്പ് ലെറ്റർ ആണെന്നുള്ളത്, ലെറ്റർ ആണോ ജിയോ ആണോ അത് ഏതാന്ന് നോക്കിയിട്ട് അത് കൊടുക്കുക. പിന്നെ ഇത് മാൻഡേറ്ററി അല്ല, പ്രിഫിക്സ്. നെക്സ്റ്റ് ലാംഗ്വേജ്, ഏത് ലാംഗ്വേജിലാണ് നമ്മൾ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കുക, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് കൊടുക്കുക. ഇപ്പൊ മലയാളം ആണെങ്കിൽ മലയാളം കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. കാരണം നമ്മൾ തപാൽ ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ സബ്ജക്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്ജക്റ്റ് ഒക്കെ ഇവിടെ ഡീറ്റെയിൽസിൽ വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ഓക്കെ, ഈ നമ്മൾ ഈ റൈറ്റ് സൈഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി ലെഫ്റ്റ് സൈഡിൽ ഇവിടെയാണ് നമ്മുടെ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു എഡിറ്റ് ചെയ്യേണ്ട ഒക്കെ സെക്ഷൻ വരിക. ഇത് കണ്ടോ, ഇതൊരു നമുക്കൊരു സ്പേസ് ആണ്, വർക്ക് സ്പേസ് പോലെ തന്നിട്ടുള്ളതാണ് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ. ഡ്രാഫ്റ്റ് നമുക്ക് 3 ടൈപ്പിൽ പ്രിപ്പയർ ചെയ്യാം. ഒന്നാമത്തത് നമ്മൾ സിസ്റ്റത്തിൽ എല്ലാം ടൈപ്പ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഒന്നാമത്തെ മെത്തേഡ്. എന്നിട്ട് നമുക്കതിവിടെ ടൂളൊക്കെ യൂസ് ചെയ്ത് ബോൾഡ്, ഇറ്റാലിക് അങ്ങനെയൊക്കെ നമുക്ക് അലൈൻമെന്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി രണ്ടാമത്തെ മെത്തേഡ്, നമ്മൾ സിസ്റ്റത്തിൽ ചെയ്തു വെച്ചിട്ടുള്ള അതേ ഡോക്യുമെന്റ് തന്നെ ഇവിടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഡോക്യുമെന്റ് ഏതാണെന്ന് നോക്കിയിട്ട് അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാല് പിന്നെ എന്ത് ചെയ്യണം, ആ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അഗെയിൻ ഇവിടെ നിന്ന് ഒന്നുകൂടെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അത് നമ്മുടെ ടൈം കൺസ്യൂമിംഗ് ആണ്, പിന്നെ കുറച്ച് ഡിഫിക്കൽട്ടും ആണ് ആ ഒരു മെത്തേഡ്. പിന്നെയുള്ളത് മൂന്നാമത്തെ മെത്തേഡും ഏറ്റവും ബെസ്റ്റ് മെത്തേഡും പ്രിഫർ ചെയ്യുന്ന മെത്തേഡും ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡ്രാഫ്റ്റ് പ്രിപ്പറേഷൻ ആണ്. നിങ്ങളുടെ അഡ്മിനെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഓഫീസിന് എപ്പോഴും കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫോർമാറ്റുകൾ ഉണ്ടാവും, അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന്റെ ഒരു ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും ഡ്രാഫ്റ്റ്. അതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഈ പറഞ്ഞതിൽ. ഇപ്പൊ ഞാൻ ടെംപ്ലേറ്റ് യൂസ് ചെയ്തുകൊണ്ടുള്ള ഡ്രാഫ്റ്റ് പ്രിപ്പറേഷൻ ആണ് കാണിക്കുന്നത്. അപ്പൊ ഏറ്റവും ബെസ്റ്റും ഏറ്റവും നല്ല മെത്തേഡാണ് പറയുന്നത്. ഏതാണോ നിങ്ങളുടെ വർക്കിനെ കുറച്ചുകൂടെ എളുപ്പമാക്കുന്നത്, അതുകൊണ്ടാണ് ആ മെത്തേഡ് പറയുന്നത്. ഇപ്പൊ ഇതില് ഞാനിപ്പോ ടെംപ്ലേറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ ഇവിടെ കണ്ടോ, ഈ ഒരു ടൂളിന്റെ ഉള്ളിൽ ടെംപ്ലേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഓഫീസിന് അസൈൻ ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റ് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ ഇവിടെ നിന്നൊരു ലെറ്റർ ഫോർമാറ്റിന്റെ ടെംപ്ലേറ്റ് എടുക്കുന്നത്, ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ അകത്ത് ഡിസ്പ്ലേ ആയി വരും. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്, ഇതിന്റെ അകത്ത് കുറെ ഏകദേശം ഒരു ഔട്ട്ലൈൻ ഉണ്ട്. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് എഡിറ്റ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ആ സ്ട്രക്ചർ അതുപോലെ തന്നെ അതിന്റെ അകത്ത് ഉണ്ടാവും. ഇത് കണ്ടോ, ആ ടെംപ്ലേറ്റ് ഡിസ്പ്ലേ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണോ ഇതിന്റെ അകത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്താണ് ആ വിഷയം എന്നൊക്കെ ഉള്ളത് നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് അതിന്റെ
ബോഡിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏത് ടെംപ്ലേറ്റ് ആണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും ഇത് കാണാനുണ്ടാവുക. അത് നമ്മുടെ ആവശ്യത്തിന് നമുക്കത് എഡിറ്റ് ചെയ്ത് നമ്മുടെ രീതിക്ക് ആക്കാം. അപ്പൊ കുറച്ചുകൂടെ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. എല്ലാം ചെയ്തതിന് ശേഷം എല്ലാവരും നീറ്റ് അലൈൻമെന്റ് ആക്കിയതിനു ശേഷം ഇവിടെ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സേവ് ആവും. അത് കണ്ടോ, ന്യൂ ഡ്രാഫ്റ്റ് ഹാസ് ബീൻ ക്രിയേറ്റഡ്. നമ്മളൊരു പുതിയ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഇത്രയും ടൈമിൽ നമുക്ക് ഈ സമയം വരെ നമുക്കൊരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് ഒക്കെ ടൈപ്പ് ചെയ്ത് നമുക്കൊരു ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പോ ഒരു പ്രാവശ്യം സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിനകത്ത് കണ്ടോ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി ടെംപ്ലേറ്റിൽ നല്ലൊരു ഫീച്ചർ ഉണ്ട്. നല്ലൊരു ഫീച്ചർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ സാധാരണ നമ്മൾ മാനുവലിയൊക്കെ ചെയ്യുമ്പോൾ ഈ തീയതിയും ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏകദേശം ഒരു സ്പേസ് ഒക്കെ ഇട്ടിട്ട് ഒരു ഡേറ്റ് എഴുതി വെക്കും. ഒരു ഇയർ ഒക്കെ എഴുതിയിട്ട് ഡേറ്റ് ഒക്കെ ഒരു അപ്രോക്സിമേറ്റ് ആക്കിയിട്ട് നമ്മളൊരു കാൽക്കുലേഷനിൽ അസ്യൂം ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ അവിടെ ലാസ്റ്റിൽ എഴുതാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാങ്ക് ആക്കി സ്പേസ് വിട്ടിരിക്കും. ഈ ഓഫീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഗസ് ഒന്നും ചെയ്ത് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടണ്ട. പകരം സിസ്റ്റത്തില് ഇവിടെ കണ്ടോ, ഇവിടെ ഹാഷ് ടാഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഹാഷ് ടാഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് കുറച്ച് ടൈപ്പ് ഹാഷ് ടാഗുകൾ ഉണ്ട്. അത് പിന്നെ കണ്ടിന്യൂസ്ലി നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറെയൊക്കെ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ഹാഷ് ടാഗിനെ പറ്റി പറയാം. ഇതില് ഡേറ്റ് യൂസ് ചെയ്യേണ്ടി വരുന്ന പ്ലേസില് നമ്മൾ അവിടെ കഴ്സർ, ഇപ്പൊ കണ്ടോ ഇവിടെ തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ കഴ്സർ വെച്ചതിന് ശേഷം ഹാഷ് ടാഗിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ അപ്രൂവ്ഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹാഷ് ടാഗ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്യേ വേണ്ടൂ. ആ സമയത്ത് തന്നെ അവിടെ പ്ലേസ് ആവും. പിന്നെ ഈ ഡിസ്പ്ലേ ആവുന്നതിൽ ഒന്നും എഡിറ്റോ ഡിലീറ്റോ അല്ലെങ്കിൽ ഒരു സ്പേസോ അങ്ങനെ അതിന്റെ ഒരു സ്ട്രക്ചർ ഒന്നും മാറ്റാൻ പാടില്ല. അത് മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക. എവിടെയാണോ വേണ്ടത് അവിടെ കഴ്സർ വെക്കുക. അതിനുശേഷം നമ്മുടെ ഹാഷ് ടാഗിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ കഴ്സർ വെച്ചത് അവിടെ ഡിസ്പ്ലേ ആവും. അതിനൊന്നും മാറ്റരുത്. അതൊരു ഫോർമാറ്റിൽ ഒരു പ്രോഗ്രാം ചെയ്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാ. അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണോ നിങ്ങളുടെ ഈ കത്ത് ഓഫീസേഴ്സ് അപ്രൂവ് ചെയ്യുന്നത് ആ സമയത്ത് അപ്പോഴുള്ള സിസ്റ്റം ഡേറ്റും ടൈമും സെറ്റ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഡേറ്റ് വരും. നമ്മൾ ഈ എഴുതിയ പ്ലേസിൽ ഡേറ്റ് വരും. പക്ഷെ നിങ്ങൾ ഇവിടെ ചെയ്യുന്ന സമയത്ത് ഇവിടെ എവിടെയെങ്കിലും സ്പേസ് ഇടോ ഈ ഒരു കോഡ് ചേഞ്ച് ആക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതുപോലെ ഡിസ്പ്ലേ ആവും. കാരണം അത് പിന്നെ അത് എററായിട്ട് ഇത് അതുപോലെ തന്നെ ഉണ്ടാവും, ഡേറ്റ് ഉണ്ടാവില്ല. അപ്പൊ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ കഴ്സർ വയ്ക്കുക, നമുക്ക് ആവശ്യമുള്ള കാര്യം ടാഗ് യൂസ് ചെയ്യുക. ഇപ്പൊ ഞാനിവിടെ ഡേറ്റിന്റെ ടാഗ് ഇട്ടു. പിന്നെ വേറൊരു എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരുന്ന വേറൊരു ടാഗ് ഉണ്ട്. നമ്മൾ ലാസ്റ്റില് സൈൻ ചെയ്യുന്ന ഓഫീസേഴ്സിന്റെ പേര് എഴുതുമല്ലോ, വിശ്വസ്തയോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നതിന്റെ അവിടെ നമുക്കൊരു ടാഗ് കൊണ്ട് വെക്കാൻ വേണ്ടി പറ്റും. അവിടെ കഴ്സർ കൊണ്ട് വെച്ചതിന് ശേഷം കണ്ടോ ഈ ഹാഷ് ടാഗിന്റെ അവിടെ വേറെ ഒരെണ്ണം ഉണ്ട്, അപ്രൂവ്ഡ് ബൈ ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രൂവ്ഡ് ബൈ ഡെസിഗ്നേഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ചെയ്യുന്ന ടൈമിൽ ആരാണോ സൈൻ ചെയ്ത ആളുടെ ഡെസിഗ്നേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാവും. അതാണ് അപ്രൂവ്ഡ് ബൈ ഡെസിഗ്നേഷന്റെ. അതുപോലെ അപ്രൂവ്ഡ് ബൈ പോസ്റ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രൂവ്ഡ് ബൈ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാല് ഇപ്പൊ ഒരു എക്സാമ്പിള്, ഇപ്പൊ ഒരു ഓഫീസില് ഇപ്പൊ ഒരു കളക്ടറേറ്റിലാണെങ്കിൽ ഈ ജൂനിയർ സൂപ്രണ്ട് കുറെ സെക്ഷനിൽ ഒരുപാട് പേരായിട്ടുണ്ടാവും. പല പല സെക്ഷൻ ഹെഡ് ആയിട്ട് ഓരോരുത്തരുണ്ടാവും. ആ ടൈമില് നമ്മൾ ഈ അപ്രൂവ്ഡ് ബൈ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ സെക്ഷൻ ടൈമും കൂടെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. സെക്ഷന്റെ ഇപ്പൊ എക്സാമ്പിൾ ബി ആണെങ്കിൽ ബി എന്നുണ്ടാവും, എന്നുവെച്ചാൽ ഫോർ എക്സാമ്പിൾ ജൂനിയർ സൂപ്രണ്ട് ബി എന്നും കൂടെ ഉണ്ടാവും. അതാണ് അപ്രൂവ്ഡ് ബൈ പോസ്റ്റ്. ഇപ്പോ അങ്ങനെയൊന്നും കോംപ്ലിക്കേഷൻ ആക്കണമെന്നില്ല. അപ്രൂവ്ഡ് ബൈ ഡെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ജസ്റ്റ് ഡെസിഗ്നേഷൻ കാണിക്കും. ഇപ്പൊ ഡിസ്ട്രിക്ട് കളക്ടർ ആണെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ, അല്ലെങ്കിൽ ഡയറക്ടർ ആണെങ്കിൽ ഡയറക്ടർ, അത് എങ്ങനെയാണെന്നുള്ളത് അത് അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്യും. അവിടെ നമുക്ക് അപ്രൂവ്ഡ് ബൈ ഡെസിഗ്നേഷൻ കൊടുക്കും. ഇതാണ് എപ്പോഴും കോമൺലി യൂസ് ചെയ്യേണ്ടി വരുന്ന 2 ടൈപ്പ് ടാഗ്. ഇവിടെ ഒരുപാട് ടാഗുകൾ ഉണ്ട്. ഇതാണ് കോമൺലി യൂസ് ചെയ്ത് കാണുന്നത്. ഇനി അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ വേറെ ഉള്ളത് ഈ ഡ്രാഫ്റ്റിന്റെ കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട്, ഇപ്പൊ നമ്മൾ മറ്റു ഓഫീസിലേക്ക് ഇത് അവസാനം കത്ത് അയക്കുമല്ലോ, അപ്പൊ അതിന്റെ കൂടെ നമുക്ക് വേറെ എന്തെങ്കിലും ഡോക്യുമെന്റും കൂടെ അയക്കാനുണ്ടെങ്കിൽ, ഈ സൈൻ ചെയ്ത കത്തിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കാനുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ
നേരത്തെ നോട്ടിൽ പറഞ്ഞതുപോലെ ഇവിടെയും ഒരു അറ്റാച്ച്മെന്റിന്റെ ഒരു ബട്ടൺ വരുന്നുണ്ട്. അവിടെ കണ്ടോ, അവിടെയും കുറെ ടൈപ്പ് ഫോർമാറ്റ്സ് അലൗഡ് ആണ്. PDF ഉണ്ട്, ഡോക്യുമെന്റ് XLS ഉണ്ട്, അങ്ങനെ PPT വരെ ഉണ്ട് ഇതിന്റെ അകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അകത്ത് ഓപ്പൺ ചെയ്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത് കണ്ടോ, അറ്റാച്ച് ചെയ്താൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. കത്തും ഉണ്ടാവും, അവിടെ നമ്മൾ അറ്റാച്ച് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അങ്ങനെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. അതിനുശേഷം നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ഡ്രാഫ്റ്റിൽ എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്തു കറക്റ്റ് ആക്കിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കണ്ടോ. പിന്നെ സേവ് അല്ല, നമ്മൾ ഒരു പ്രാവശ്യം എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്ഡേറ്റ് ബട്ടണാണ് ഉണ്ടാവുക. സേവിന് വേണ്ടി തപ്പിയിട്ട് കണ്ടില്ല എന്നൊന്നും പറഞ്ഞ് ഇതാക്കണ്ട, കാരണം അപ്ഡേറ്റ് ബട്ടൺ ഉണ്ട്. അപ്ഡേറ്റ് കൊടുക്കുന്നു, ഒരു പ്രാവശ്യം എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അപ്ഡേറ്റ് ആണ് ഉണ്ടാവുക. അപ്ഡേറ്റ്. അപ്പോൾ നമ്മൾ ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇനി പ്രിപ്പയർ ചെയ്ത ഡ്രാഫ്റ്റ് ഓഫീസേഴ്സിന് സൈൻ ചെയ്യാൻ വേണ്ടി അയച്ചു കൊടുക്കാം. അത് സാധാരണ എപ്പോഴും ചെയ്യുന്ന സെയിം മെത്തേഡാണ്. നമ്മൾ എങ്ങനെയാ സെൻഡ് ചെയ്യുക? ഇവിടെ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആർക്കാണോ സെൻഡ് ചെയ്യേണ്ടത്, ഏത് ഓഫീസർക്കാണ് സെൻഡ് ചെയ്യേണ്ടത്, ആ ഓഫീസറുടെ പേര് ടൈപ്പ് ചെയ്യുക. പേര് ടൈപ്പ് ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് വരും. അത് കറക്റ്റാ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. ഫയല് സെൻഡ് ചെയ്തതിന് ശേഷം നമുക്കത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അത് എവിടെ ഉണ്ടാവുക? ഫയൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫയലിന്റെ സെൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെൻഡ് ചെയ്ത ഫയലിന്റെയൊക്കെ ലിസ്റ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഓഫീസിനുള്ളിൽ ഒരു ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ആ ഡ്രാഫ്റ്റിന് നോട്ടൊക്കെ ടൈപ്പ് ചെയ്ത് മറ്റു സീറ്റിലേക്ക് അയക്കേണ്ടി വന്നാൽ അയക്കുകയും ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ ഒരു സെക്ഷൻ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ പറയാം, അതിനൊക്കെ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി ഇതിന്റെ അടുത്ത സെക്ഷനുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് MT Tech.